പ്രിയമുള്ളവരെ, എല്ലാവർക്കും ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ കടകിൽ. നമ്മൾ ഇപ്പം ഒരു 7-8 ദിവസം കൊണ്ട് നമ്മളെ കർണാടക ഷിരൂരിൽ നടന്ന ഈ സംഭവത്തിൽ പാവം അർജുൻ എന്ന പറയുന്ന ഒരു ലോറി ഡ്രൈവറുടെ ദാരുണമായ അപകടത്തെക്കുറിച്ച് എല്ലാവരും മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മീഡിയയിലൂടെയും അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ കർണാടക ആയതുകൊണ്ടാവാം അവിടുത്തെ ഭരണാധികാരികൾ ഇതിന് വലിയ മുൻതൂക്കം നിൽക്കാത്തത്. കാരണം കേരളമായിരുന്നെങ്കിൽ ഇവിടെ 100 കൂട്ടം ആൾക്കാർ ജനങ്ങൾ കൊണ്ട് ഇളവേനെയായിരുന്നു. ഒരു അപകടം നടക്കുമ്പം മലയാളികളെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ എന്തുകൊണ്ടെന്നാൽ നമ്മളെ ഒരു MPയുടെയോ അല്ലെങ്കിൽ MLAയുടെയോ പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള തലങ്ങളിലിരിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുടെയൊക്കെ എല്ലാം മകനോ മക്കളോ ബന്ധുക്കളോ ആയിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടന്നേനെയായിരുന്നു. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടെന്നാൽ നമ്മളെ ഒരു സഹോദരനെ രക്ഷിക്കേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ പാവം അർജുൻ എന്ന ആ ഡ്രൈവർക്ക് നമ്മളെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രക്ഷ പ്രാപിച്ച് വരട്ടെ എന്ന്. പക്ഷേ ഇന്ന് 7-8 ദിവസമായിട്ടും ഇതുവരേക്കും ഒരു ദൗത്യവും അല്ലെങ്കിൽ തന്നെ ഒരു രക്ഷാപ്രവർത്തനവും നടന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ത്യൻ ടെക്നോളജി ഇത്രയൊക്കെ വളർന്നിട്ടും നമ്മുടെ സയൻസ് ഇത്ര രീതിയിൽ വളർന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ള സംവിധാനങ്ങൾ വെച്ച് അത് തിരിച്ചറിഞ്ഞുകൂടാ? അപ്പോൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു ചെറിയ ഒരു വീഡിയോ എടുത്തത്. കാരണം എല്ലാവർക്കും അറിവുള്ളതാണ്, നമ്മളെ ഒരു കുടുംബാംഗം ഇങ്ങനെയുള്ള ഒരു ദുരന്തത്തിലേക്ക് പോകുമ്പോഴേക്കും നമുക്കതിൻ്റെ വേദന മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മളെ നാട്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ വന്നപ്പോഴും കവളപ്പാറ ദുരന്തം വന്നപ്പോഴൊക്കെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയതാണ്. അതുപോലെ നമ്മളെ പൊന്നോമനകൾ മലയാളികൾ എപ്പോഴും എന്തിനും തയ്യാറാണ്. അവരെപ്പോഴും റെഡിയാണ്. എത്ര JCB വേണമെങ്കിലും അവർ തരും, എത്ര ആൾക്കാർ വേണമെങ്കിലും അവർ പോവും, എങ്ങനെ വേണമെങ്കിലും അവർ രക്ഷാപ്രവർത്തനം നടത്തും. പക്ഷേ കർണാടക പോലീസോ അവിടുത്തെ ആ ഭരണാധികാരികളോ അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് മലയാളികളെന്നുള്ള നിലയിൽ നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മളെ ആ പാവപ്പെട്ട അർജുനെ രക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഒരു ദൗത്യം തന്നെയാണ്. മലയാളികളെന്ന നിലയിലും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നതും പിടിക്കുന്നതും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് മലയാളികൾ. പക്ഷേ എന്തുകൊണ്ടോ കർണാടക സർക്കാരും അവരുടെ രീതിയിലുള്ള ദൗത്യസേനകളൊന്നും വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്തത് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. പല മാധ്യമങ്ങളിലും പറയുന്നുണ്ട് അത് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, റഡാർ സംവിധാനം ഉപയോഗിച്ച് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് എന്താണ് യാഥാർത്ഥ്യമെന്ന് ഇതുവരേക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിൽ തുടരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള തിരച്ചിൽ തുടങ്ങും, പിന്നെ നിർത്തിവെക്കും. എന്തായാലും ഇത്രയും ദിവസമായിട്ടും അതിന് ഇതുവരേക്കും ഒരു ആളിനെ കണ്ടെത്താനോ വണ്ടിയുടെ കാര്യങ്ങൾ കണ്ടെത്താനോ ഉള്ള സംവിധാനം നമുക്ക് ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ ചന്ദ്രനിൽ പോകുന്നു, നമ്മൾ മറ്റുള്ള വലിയ വലിയ ടെക്നോളജികൾ നമ്മൾ എല്ലാവരും കണ്ടുപിടിച്ച് അതിൻ്റെ പുറകെ നടന്ന് എവിടെ ചെന്നാലും എന്ത് സംവിധാനങ്ങൾ ആയാലും റഡാർ സംവിധാനങ്ങളായാലും നമുക്ക് അതാത് രീതിയിൽ കണ്ടുപിടിക്കാനുള്ള കഴിവും അതിന് വേണ്ടുന്ന ആൾക്കാരും നമുക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം വന്നപ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ടും അത് വെറുതെ ഒരു തമാശ രൂപേണ അത് ഏറ്റെടുക്കുകയും ചെയ്തത് എന്നതിന് ഭരണകർത്താക്കൾ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ
പിന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിനും ആ വേദനയോടെ ആ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം തന്നെ നമ്മളും മലയാളികളെല്ലാം ഒന്നടങ്കം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് ആളിനെ കണ്ടെത്തുകയോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഭരണാധികാരികളോട് നമുക്ക് പറയാനുള്ളത്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരായാലും നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രംഗമാണ് നിലവിലുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അവിടെ കർണാടക ഷിരൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടുത്തെ കർണാടക പോലീസും മറ്റുള്ള സേനാംഗങ്ങളും എന്തുകൊണ്ട് മലയാളികളോട് ഇങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ജാതിയോ വർണ്ണമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാവണം എന്നാണ് നമുക്ക് ടൈം മീഡിയയ്ക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പ്രതികരിച്ചു, നമ്മൾ പ്രതികരിക്കേണ്ടതില്ല, എന്നാലും നമുക്കൊരു മനസ്സില്ലേ. അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. കാരണം മലയാളികളെന്നുള്ളത് നമ്മുടെ നാട്ടിനും വീട്ടിനും ലോകത്തും അഭിമാനികളാണ്. മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാവരും ഒത്തുകൂടുന്നൊരു രംഗം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അതുകൊണ്ട് നമ്മുടെ നാടും വീടും വിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നവർ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു അപകടമുണ്ടായാൽ അവരെ സംരക്ഷിക്കേണ്ടതും അവിടുത്തെ സർക്കാരോ അവിടുത്തെ ഭരണകൂടമോ ആണ്. അത് അങ്ങനെ ഒരു മനസാക്ഷിയെങ്കിലും കാണിക്കണം, ദയവ് ചെയ്ത് കാണിക്കണമെന്ന് ഞാൻ ആ ഭരണകർത്താക്കളോട് ഇപ്പോൾ പറയുകയാണ്, യാചിക്കുകയാണ്. ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ആരെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും അർജുൻ നല്ല രീതിയിൽ ഉണർവോടെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.